മാർക്കറ്റ് നമ്മൾ ഈ വഴി നമ്മൾ മാക്സിമം ബാറ്ററി യൂസ് ചെയ്തിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ഒരു വലിയ 7 കിലോമീറ്റർ മലയാളി ഇൻ വിശാഖിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സൈക്കിൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു മൈലേജ് ചെക്ക് ചെയ്യണം. നമ്മളെ ഹീറോ ഇലക്ട്രോണിൻ്റെ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ മാപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ട്രാവ റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹീറോ ഇലക്ട്രോണിൻ്റെ ആപ്പും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മോഡ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ 4 പോയിൻ്റ് ഉണ്ട്. അത് ഫുൾ ചാർജറാണ്. പിന്നെ നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്നത് മീഡിയമാണ്. ലോ ചെയ്തില്ല, മീഡിയമാണ് നമ്മൾ ചെയ്യുന്നത്. മീഡിയം തന്നെ കുറച്ച് സ്പീഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീഡിയം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോണിൽ ഓൾറെഡി മാപ്പ് ഓൺ ചെയ്ത് വെച്ചിന്. അപ്പോൾ നമ്മൾ സ്ട്രാവയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം കുറച്ച് എലിവേഷൻ കുറവാണ്. അപ്പോൾ നമ്മൾ സെയിം റൂട്ട് തന്നെ തിരിച്ചു വരാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം നമ്മളെ സൈക്കിൾ കിട്ടുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയവും അതിൻ്റെ കിലോമീറ്ററൊക്കെ നമുക്ക് നോക്കാം. മോഡ് മീഡിയം 2 ഇട്ടുകൊണ്ട് നമുക്കത്ര ആയാസം വരുന്നില്ല. നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മളെ വണ്ടി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് 16 കിലോമീറ്റർ സ്പീഡിലാണ്. എനിക്ക് തീരെ ആയാസം വരുന്നില്ല. അപ്പോൾ നമ്മൾ സിഗ്നൽ പോയിന്റിൽ എത്തിയിന്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യണം. ഇതാണ് മെയിൻ ബൈപ്പാസ്. ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. കൊണ്ടിരിക്കുന്നത് ഒരു 4 വരി പാതയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. രാവിലെ നല്ല തിരക്കുണ്ട്. നമ്മുടെ സമയം ഒരു 6:30 ആയി ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇതാണ് 4 വരി പാതയാണ്. നമ്മുടെ ഇവിടെ കാണുന്നതാണ് ബദൽ റോഡ്. നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലെ മിൽമ പോലെ ഇവിടെ ഉള്ളതാണ് വിശാഖ ഡയറി. അതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് ഇത് കാണുന്നത്. അതിൻ്റെ മെയിൻ ഫാക്ടറി അതിൻ്റെ ഉള്ളിലാണ്. ഇപ്പുറത്തെ റൈറ്റ് സൈഡിലാണ്. ഇവിടുന്ന് നമുക്ക് സാധനങ്ങൾ ചുരുങ്ങിയ വിലയിൽ വാങ്ങാം. ഒരു 2-3 രൂപ ഗ്യാപ്പിലുണ്ടാവും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രീ പെഡലിങ്ങിലാണ്. കാരണം നമ്മൾ ഹൈവേയിൽ അധികം എലിവേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കധികം സ്ട്രെയിൻ വരുന്നില്ല. ഇതുവരെ നമ്മുടെ ബാറ്ററി ഇതുവരെ കുറഞ്ഞിട്ടില്ല. 4 പോയിൻ്റ് തന്നെ ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഒരു സിനി മൾട്ടിപ്ലക്സ് ആണ്, തിയേറ്റർ. അപ്പോൾ ഇവിടുത്തെ റോഡ് നല്ലൊരു സെറ്റപ്പാണ്. നമ്മൾ ഹൈവേ ആയതുകൊണ്ടാണ് നല്ല താൽമരങ്ങളൊക്കെ സെൻറ്ററിൽ നട്ടുപിടിപ്പിച്ച് നല്ലൊരു കൂളിംഗ് തന്നെയാണ്. അതിപ്പോൾ പകൽ സമയത്തായാലും ഉച്ചക്കായാലും നമുക്കൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. നല്ല മരങ്ങൾ നല്ലോണം വളർന്നുണ്ട്. ഇവിടെ വിശാഖപട്ടണത്തുള്ള മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർ നല്ലോണം മരം ഫിറ്റ് ചെയ്യും, നല്ലോണം പരിപാലിക്കുകയും ചെയ്യും.
നമ്മളെ ലോറി കേടായാണെന്ന് തോന്നുന്നു. ആക്സിലിൻ്റെ ഭയങ്കര സൗണ്ട്. എയർപോർട്ടിലേക്കുള്ള ഡീവിയേഷൻ എത്താനായിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് റൈറ്റ് നമുക്ക് കട്ട് ചെയ്യണം. റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് എയർപോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ളത്. ഇപ്പോഴും നമ്മളെ പോയിന്റ് ഇതുവരെ ചാർജ് ഇതുവരെ കുറഞ്ഞിട്ടില്ല. എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ പോയിന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ടോട്ടല് ഇപ്പം നമ്മൾ 7 കിലോമീറ്റർ 98, അതായത് 8 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് അവിടെ കറങ്ങുന്നുണ്ട്. ഇനി അങ്ങോട്ട് പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എത്രത്തോളം. അടിപൊളി ഒരു ലോണുണ്ട് ഇവിടെ. അപ്പം നമ്മളെ ഇന്നത്തെ എയർപോർട്ടിലേക്കുള്ള ഒരു ഡ്രൈവ് അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. നമ്മളെ സൈക്കിള് ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് കാണാം, സൈക്കിള് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത്. മൊത്തം 8 കിലോമീറ്ററാണ്. പിന്നെ നമ്മളിതിൻ്റെ പാർക്കിംഗ് ഏരിയയും മൊത്തം എല്ലാം കൂടി ഒന്ന് 1 കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിവിടുന്ന് വീട്ടിലേക്ക് റിട്ടേൺ അടിക്കുകയാണ്. അപ്പം ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 18 കിലോമീറ്ററോളം വരും. അപ്പം നമ്മളെ സൈക്കിളിൻ്റെ മൊത്തം റേഞ്ച് പറഞ്ഞത് 19 കിലോമീറ്ററാണ്. അപ്പം ഏകദേശം ഒരു 18 കിലോമീറ്റർ നമ്മളിന്ന് കവർ ചെയ്യും. അപ്പം നമുക്ക് നോക്കാം. കാരണം നമ്മൾ വരുന്ന വഴിക്ക് നല്ലോണം എലിവേഷൻ, അതായത് നമ്മൾ ഇറക്കമായിരുന്നു കൂടുതൽ. അപ്പോൾ നമ്മൾ മാക്സിമം ബാറ്ററി യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ മീഡിയം മോഡിലുമാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തിരിക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ സൈക്കിൾ ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മളെ മോഡ് ഇപ്പോഴും 1, 2, 3 ഫുള്ളായിരിക്കുകയാണ്. ഞാൻ മീഡിയം മോഡിലാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തം കിലോമീറ്റർ എന്ന് പറയുന്നത് 8 കിലോമീറ്റർ 8.98 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് റിട്ടേൺ അടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ എയർപോർട്ടിൻ്റെ മെയിൻ എൻട്രി ആണത്. പട്ടണത്തിലുള്ള മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ഒരു വലിയൊരു ബോർഡ് ഉണ്ട്. അതായത് ഡോൾഫിൻ നോസ്, കൈലാസഗിരി, സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്, ബോറ കേവ്സ്, തൊട്ടിലക്കൊണ്ട, സിംഹാചലം, സബ്മറൈൻ എയർക്രാഫ്റ്റ് മ്യൂസിയം, ശ്രീകാകുളം, വിഴിഞ്ഞനഗരം ഫോർട്ട്, ആർക്കെ ബീച്ച്. ഇത്രയാണ് നമ്മളെ മെയിൻ സ്ഥലം. ഇവിടെ ബോർഡുണ്ട്.
നമ്മളൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ കോഫി ഷോപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിശാഖപട്ടണത്തുള്ള ഒരു മെയിൻ നല്ലൊരു അതായത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആർക്കു. അവിടെ നല്ല കോഫിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ കോഫികളൊക്കെ അതിൻ്റെ പേരിലാണ് ഇവിടെ എല്ലാവരും സെയിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കഴിഞ്ഞ് മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാജിവാക്ക ഏരിയയിൽ കൂടിയാണ്. അപ്പം നമ്മുടെ ഗാജിവാക്ക ഏരിയയിലുള്ള ഹീറോ ഇലക്ട്രോൻ്റെ മെയിൻ ഒരു സർവീസ് സെൻ്റർ എന്നും പറയാം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് സായി ശ്രീനിവാസ സൈക്കിൾ സ്റ്റോർ. ഇവിടെ ഹീറോൻ്റെ ബോർഡൊന്നും കാണുന്നില്ല, ഫയർഫോക്സിൻ്റെയൊക്കെ കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഹീറോ ഇലക്ട്രോ. ഇതാണ് നമ്മുടെ ഗാജിവാക്ക മാർക്കറ്റ്. നമ്മൾ ഈ വഴിയല്ല വന്നത്. സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. മൊത്തം 18 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. 18 കിലോമീറ്റർ നമ്മൾ 1 മണിക്കൂർ 18 മിനിറ്റ് എടുത്തിട്ടുണ്ട്, 35 സെക്കൻഡും. അതിലിടയ്ക്ക് ഞാനൊന്ന് കോഫി കുടിക്കാൻ വേണ്ടി കയറിയിരുന്നു. മൊത്തം നമ്മൾ 18 കിലോമീറ്റർ. നമ്മളെ കിലോമീറ്റർ 18.5 കിലോമീറ്ററാണ്, 95 മീറ്റർ എലിവേഷൻ, 1 മണിക്കൂർ 4 മിനിറ്റ് യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം മൊത്തം നമ്മൾ ഓടിയത് 18 കിലോമീറ്ററാണ്. അപ്പം നമുക്ക് മൈലേജ് മുഴുവനായി ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം റോഡ് കുറച്ച് എലിവേഷൻ കുറവാണ്. എന്നാലും നമ്മളെ വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ പോയി തിരിച്ചു വന്നു. നമ്മൾ ഏകദേശം ഒരു 18 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചു. എന്നിട്ടും നമ്മുടെ ചാർജ് 4 പോയിൻറ്റിൽ കുറഞ്ഞിട്ടില്ല. ഇടയ്ക്കൊന്ന് കുറഞ്ഞിരുന്നു, വീണ്ടും അത് ചെറിയൊരു വേരിയേഷൻ ആയതുകൊണ്ട് വീണ്ടും 4 ഡിജിറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത തവണ കുറച്ചും കൂടി ലോങ് ട്രിപ്പ് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലോങ് ട്രിപ്പിന് ശേഷം നമുക്ക് കാണാം.